എല്ലാവർക്കും നമസ്കാരം. ബ്രെയിൻ വിറ്റയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആധുനിക ശാസ്ത്ര നേട്ടങ്ങൾ. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ 1 ജൂൺ 3 1958 വിക്ഷേപിച്ചു. അപ്പോൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അമേരിക്കയുടെ എക്സ്പ്ലോറർ 1. പ്രകാശ ദൂരദർശിനി കണ്ടുപിടിച്ചതെന്ന്, അത് ആരാണ് കണ്ടുപിടിച്ചത്? 1609 പ്രകാശ ദൂരദർശിനി കണ്ടുപിടിക്കുന്നത്. ഗലീലിയോ ആണ് അത് കണ്ടുപിടിച്ചത്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാണ് ഹാൻസ് ലിപ്പർഷെ. ഹാൻസ് ലിപ്പർഷെ 1608 ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. ഹാൻസ് ലിപ്പർഷെ. ടെലിസ്കോപ്പിന് പൂർണ്ണരൂപം പിന്നീട് ഗലീലിയോ നൽകുകയുണ്ടായി. ഏറ്റവും വലിയ റിഫ്ലക്ടർ ടെലിസ്കോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? റഷ്യയിലെ മൗണ്ട് കോക്കസിലെ മൗണ്ട് സെമിറോഡ്രിക്കായിൽ സ്ഥാപിച്ചിരിക്കുന്നു. എവിടെയാണ്? മൗണ്ട് സെമിറോഡ്രിക്ക. റഷ്യയിലെ മൗണ്ട് കോക്കസിലെ മൗണ്ട് സെമിറോഡ്രിക്കയിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 2080 മീറ്റർ ഉയരത്തിലാണ് ഏറ്റവും വലിയ റിഫ്ലക്ടർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ റിഫ്രാക്ടർ ടെലിസ്കോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ എക്സ് ഒബ്സർവേറ്ററിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ റേഡിയോ ടെലിസ്കോപ്പ് ഏത്? അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ വകയാണ് ഇതിന് Y ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. റഷ്യ വോസ്റ്റോക്ക് 1 1961 ഏപ്രിൽ 12 യൂറി തൻ്റെ ആദ്യ പര്യവേക്ഷണം നടത്തിയത്. ഇൻ്റർനാഷണൽ ജിയോസഫിക്കൽ ഇയർ ഏതാണ്? 1957 ജൂലൈ 1 മുതൽ 1958 ഡിസംബർ 31 വരെ ഉള്ള കാലഘട്ടത്തെയാണ് ഇൻ്റർനാഷണൽ ജിയോസഫിക്കൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നന്ദി.